ഇതിപ്പോൾ നമ്മുടെ ഞാലിയാവുള്ള സ്ഥിരം പരിപാടിയാണ്. ഒരാഴ്ച മുമ്പ് ഇതുപോലെ തന്നെയായിരുന്നു, ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു. അപ്പം നമ്മളിതൊന്ന് പ്രതികരിക്കണമെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ അത് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, വൈദ്യുതി ക്ഷാമം മൂലം ഡെയിലി അരമണിക്കൂർ വൈകിട്ട് 6 തൊട്ട് വൈകിട്ട് 12 മണി വരെയുള്ള സമയത്ത് അരമണിക്കൂർ കറണ്ട് കളയും, അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ അരമണിക്കൂർ 25 മിനിറ്റ് വെച്ച് 3 പ്രാവശ്യം കളയുന്നത്. ഒന്ന് ഈ ഒരു 8 മണി സമയത്ത് കളയും, അതിനുശേഷം ഒരു 10 മണിക്ക് ശേഷം കളയും, അതിന് കഴിഞ്ഞ് ഒരു 11 മണിക്ക് ശേഷം കളയും. ഇത് 20 മിനിറ്റ് വെച്ചാൽ ഞാനപ്പം വിളിച്ചതിന് റെക്കോർഡൊക്കെ എൻ്റെ കിടപ്പുണ്ട്. ഈ 3 പ്രാവശ്യം വിളിക്കുമ്പോൾ ഇവർ പറയുന്നത് പവർ സ്റ്റേഷനിൽ നിന്ന് ഓഫ് ചെയ്തിരിക്കുക, പവർ സ്റ്റേഷൻ ഓഫ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, സമയം 8:04 14-ാം തീയതി കേട്ടോ. ഇത് 8:30 കറണ്ട് വരത്തില്ല. ഇത് കഴിഞ്ഞ് വീണ്ടും 10 മണിക്ക് പോകണമെങ്കിൽ വീണ്ടും ഞാൻ വീഡിയോ എടുക്കും, 12 മണിക്ക് പോകണമെങ്കിൽ വീണ്ടും വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ശരിയാണോ ഇല്ലയോ, എന്താണ് ഈ KCBക്കാർ ഇത് കാണിക്കുന്നത്, എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് കറണ്ട് പോയിട്ട് 5 മണിക്ക് കറണ്ട് വരുന്ന പറഞ്ഞ മെസ്സേജ് വന്നു. ആ കറണ്ട് വന്ന് 6:30 ആയപ്പോഴാണ്. ഇന്ന് പകൽ കറണ്ടേ ഇല്ലായിരുന്നു. എന്നിട്ടാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം, KCB ഒന്ന് വിളിച്ച് നോക്കാം. സാറേ, കറണ്ട് 12 കുഴി ഭാഗത്തൊന്നും ഇല്ല സാറേ. ഇന്നലത്തെ പോലെ തന്നെ 3 പ്രാവശ്യം ഉണ്ടോ അതോ 1 പ്രാവശ്യം ഉള്ളോ? അല്ല, ഗവൺമെന്റ് പറഞ്ഞിരിക്കും സാറേ അരമണിക്കൂറല്ലേ ഒരു ദിവസം പറഞ്ഞിരിക്കും. ഇന്നലെ 3 പ്രാവശ്യം പോയി. അപ്പൊ ഈ പകല് മുഴുവൻ കറണ്ട് ഇല്ലായിരുന്നു. 5 മണിക്ക് വരും പറഞ്ഞിട്ട് 6 കഴിഞ്ഞിട്ടാണ് കറണ്ട് വന്നത്. അതെ, സമ്മതിക്കും. പക്ഷെ ഇന്നലെ 3 പ്രാവശ്യം പോയല്ലോ കറണ്ട്. ഇത് പവർ കട്ടാന്ന് തന്നെയാണ് ഇന്നലെയും പറഞ്ഞത്. ഇത് എല്ലാ ദിവസവും ഇല്ല, ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ അതോ കട്ട് ചെയ്തിട്ട് പോയി? അവർ പറയുന്ന പോലെയാണ്, ഒരു ദിവസം 3 പ്രാവശ്യം വരെ വരും. അപ്പോൾ നമുക്ക് നോക്കാം, ഇനിയും പോകുന്നുള്ളൂ നോക്കാം. ഇപ്പോഴത്തെ വീണ്ടും 8:25 കറണ്ട് വന്നാണേ. ഇപ്പോഴത്തെ 8:31 വീണ്ടും കറണ്ട് പോയി. എന്താ ചെയ്യുക? ഇത് ഞങ്ങളുടെ വാഗ്ദാനത്ത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് വന്നില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിളിക്കാം അവരെ. എന്നിട്ട് അവരെന്നാ പറയുന്നത് അറിയാമല്ലോ. 8:34 കറണ്ട് വന്നേ. എനിക്ക് തോന്നുന്നത് അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ 8:25 വന്നല്ലോ. അപ്പോൾ 5 മിനിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടാന്ന് തോന്നുന്നു വീണ്ടും 5 മിനിറ്റൂടെ കളഞ്ഞത്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ. നേരത്തെ LDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ഞാനൊരു പാർട്ടിക്കാരനൊന്നുമല്ല, ഒരു പാർട്ടി അനുകൂലിക്കുന്ന ആളുമല്ല. LDF ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും അല്ലാത്തവരും എല്ലാം KSB ഓഫീസിൽ വിരിച്ചു കിടന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇതിനൊന്നും ആർക്കും ഒന്നും പറയാനില്ല. ഇത് വാഗ്ദാനത്ത് മാത്രമാണോ കേരളത്തിൽ മൊത്തം ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം, ഇനി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ പോയപ്പോഴും 8:30 പോയി, അതിനുശേഷം 10 മണിക്ക് ശേഷമാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 11:15 കഴിയുമ്പോൾ പോകും. 12 മണിക്ക് മുമ്പായിട്ട് 3 വട്ടം തീർക്കണമല്ലോ. ഈ 3 വട്ടം നമ്മളൊന്ന് ഉറങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങി ഇപ്പം നമുക്ക് രാവിലെ ഒരു 9 മണി അല്ല 10 മണിക്ക് വൈകിട്ട് ഒരു 10 മണിക്ക് മുമ്പായിട്ട് പൊക്കോട്ടെ. 10 മണി കഴിയുമ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയമാണല്ലോ. ഈ സമയത്ത് 2 പ്രാവശ്യം കൂടെ പോവാം. അപ്പം നമ്മളൊന്ന് ഉറങ്ങി വരുന്ന സമയത്തായിരിക്കും ഈ കറണ്ട് പോകുന്നത്. എല്ലാ വീട്ടിലും ഇൻവേർട്ടറും AC കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലാത്തവർ എന്നാ ചെയ്യും? ഗവൺമെന്റ് പറഞ്ഞ പോലെ നമ്മളൊരു അരമണിക്കൂർ അത് അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് അരമണിക്കൂർ വെച്ച് ഒരു ദിവസം രാത്രി തന്നെ 3 പ്രാവശ്യം പോകുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നത് ശരിയാണോ? ഇത് ഗവൺമെന്റ് അറിഞ്ഞിട്ടാണോ അതോ ഇവിടെ മാത്രം നമുക്കൊരു പണിയെന്നാണോ എന്ന് അറിയത്തില്ലല്ലോ. വീണ്ടും 10:32 14-ാം തീയതി കറണ്ട് പോയി. വീണ്ടും പവർ കട്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അവരെ വീണ്ടും വിളിക്കാം. പവർ കട്ടാണോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പം 10:35 നമുക്ക് KCB ഒന്ന് വിളിച്ച് നോക്കാം. സാറേ, ഇത് വീണ്ടും കറണ്ട് കട്ടാണോ? അല്ല, ഞാൻ ചോദിക്കട്ടെ സാറേ, ഇത് വാഗ്ദാനത്ത് മാത്രമേ ഉള്ളൂ അതോ എല്ലായിടത്തും ഉള്ളതാണോ? അല്ല, ഇത് സാറിന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന അരമണിക്കൂർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം? അല്ല, ഇന്നലെ 3 പ്രാവശ്യം പോയി, അതുകൊണ്ട് ഇന്നും പോവോ 3 പ്രാവശ്യം? അതുകൊണ്ട് ചോദിച്ചാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചോദിക്കുന്ന. ഇത് എവിടുന്നാ നിങ്ങളോട് ഈ പറയുന്നത്? നിങ്ങളോട് ഇത് എവിടുന്നാ പറയുന്നത്? സബ്സ്റ്റേഷൻ ഏതാ? വാഗ്ദാന സബ്സ്റ്റേഷൻ തന്നെയാണോ? അവിടുത്തെ നമ്പർ ഉണ്ടോ? അവിടുത്തെ നമ്പർ ഒന്ന് തരാവോ? ഇത് ജനങ്ങളെ ഉപദ്രവിക്കുന്ന പരിപാടിയാണ്. ഗവൺമെന്റ് അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇത് വാഗ്ദാനത്ത് മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും ഞങ്ങൾ പുതുപ്പള്ളിയിലൊക്കെ തിരക്കിയിട്ട് അവിടെ ഒന്നും ഇങ്ങനെ പോകുന്നില്ലല്ലോ.
ആ ഇത് ശരി, കൊള്ളാം ഏതായാലും. ആ കേട്ടോ, ഇതാണ് അവർ പറയുന്നത്, എല്ലായിടത്തും ഉണ്ടെന്ന്. എൻ്റെ അറിവ് വേറെ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇതേലും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം, എന്നിട്ട് നമുക്കറിയാമല്ലോ എൻ്റെ വിവരം. വന്നു സമയം 10:58. കണക്കും പ്രകാരം ഒരു പ്രാവശ്യം കൂടെ പോകും, 11 മണിക്കും 12 മണിക്കും ഇടയ്ക്ക്. നമുക്ക് എന്നേരം നോക്കാം, എന്നേരം അവരെ വിളിക്കണം, എന്നിട്ട് വേണം നമുക്ക് എന്താണെന്ന് നോക്കാൻ. നമ്മൾ പ്രതികരിക്കുന്നത് വീഡിയോയിലൂടെയാണ്. ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും എന്തേലും ഇതിനു വേണ്ടി ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ 11:56, 12 മണിക്ക് മുമ്പായിട്ട് കറണ്ട് കട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 11:56 പോയി വീണ്ടും. അപ്പോൾ KCB വിളിച്ചാലോ? വിളിക്കാൻ എനിക്ക് തന്നെ മടിയാ. ഇത് തന്നെ ഇവർ പറയാൻ പോകുന്നേ. അപ്പോൾ നമുക്ക് ഒന്നര വിളിച്ചേക്കാം. എന്താ അവർ പറഞ്ഞത്? പവർ കട്ടാണോ അല്ലയോ നമുക്ക് അറിയാമല്ലോ, എത്ര സമയം ഉണ്ടെന്നുള്ളത്. ഇതും പവർ കട്ട് തന്നെയാണോ സാറേ? 12 കുളിമോള് മൂന്ന് മേളി. ആ പവർ കട്ടാണോന്ന് അറിയാൻ ചോദിച്ചാ. ആ ഇത് ഫീസ് പോയതാ, പവർ കട്ട് അല്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കറണ്ട് പോയി. ഓക്കെ, ഏതായാലും 3 പ്രാവശ്യം പോയില്ല, രണ്ട് പ്രാവശ്യം പോയുള്ളൂ. ഇന്നലെ 3 പ്രാവശ്യമായിരുന്നു. അപ്പം ഇത് ഈ സമയത്ത് പോയപ്പോഴത്തേക്ക് അത് തന്നെയാണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ഇതിൻ്റെ എന്താ സംഗതി നമുക്കൊന്നും അറിയാമല്ലോ. നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ആൾക്കാരുടെ മൊത്തത്തിലുള്ള ഇത് ഏതൊക്കെ നാട്ടിലുണ്ടെന്നുള്ളത്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളോ അതോ എല്ലാ നാട്ടിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ കേരളത്തിൽ. ഓക്കെ, താങ്ക് യു.